ഏവർക്കും മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റിസർവ് ആണ്. റിസർവ് എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് മേ ബി സെറ്റ് aside ആൻഡ് retained ഇൻ ദ ബിസിനസ് ടു പ്രൊവൈഡ് ഫോർ certain future needs like growth and expansion or to meet future contingencies such as workmen compensation. എന്താണ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ദി പ്രോഫിറ്റ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം എന്താണ് മാറ്റി വയ്ക്കുകയാണ് സെർട്ടൻ ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടിയിട്ട്. അതായത് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് റിസർവ് എന്ന് പറയുന്നത്. എന്തിനൊക്കെ വേണ്ടിയായിരിക്കും? ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ, അതായത് ബിസിനസ് ഓൾറെഡി ഉള്ള ബിസിനസ്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നോടെ പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ട്, കൂടുതലായിട്ടുള്ള അഡീഷനും കാര്യങ്ങളും എല്ലാം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെല്ലാമാണ് മാറ്റിവെക്കുന്ന തുകയ്ക്കാണ് റിസർവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന കണ്ടിജൻസീസ്, വർക്ക്മെൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ വരുമ്പോൾ, ട്രേഡ് യൂണിയൻസ് തമ്മിലുള്ള ഇഷ്യൂസ് കാര്യങ്ങൾ പെട്ടെന്ന് സഡൻലി വർക്ക്മെനിൽ കോമ്പൻസേഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ, അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നതിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. Unlike provision, reserve are the appropriation of profit to strengthen the financial position of the business. എന്താണ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊവിഷനെ വെച്ചിട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റിനെ സ്ട്രെങ്തേൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷന് സ്ട്രെങ്തേൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നതാണ്. ഫ്യൂച്ചറിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഫണ്ടിനെയാണ് റിസർവ് എന്ന് പറയുന്നത്. റിസർവ് ഈസ് നോട്ട് എ ചാർജ് എഗൻസ്റ്റ് ദ പ്രോഫിറ്റ് ആസ് ഇസ് നോട്ട് മീൻ ടു കവർ എനി നോൺ ലയബിലിറ്റി ഓർ എക്സ്പെക്റ്റഡ് ലോസ് ഇൻ ഫ്യൂച്ചർ. എന്താണ്? ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ലോസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ലയബിലിറ്റി, അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എന്തായാലും സംഭവിക്കുന്നു അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ലയബിലിറ്റിക്ക് വേണ്ടി അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒന്നല്ല റിസർവ് എന്ന് പറയുന്നത്. However, retention of profit in the form of reserve reduces the amount of profit available for distribution among the owners of the business. എന്താണ് ഈ റിസർവായിട്ട് മാറ്റി വയ്ക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് അവൈലബിൾ ടു ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദ ഓണേഴ്സ് ഓഫ് ദി ബിസിനസ്. ഓണേഴ്സിനെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ഫണ്ടാണ്. അപ്പോൾ ഓണേഴ്സിന് ആ എടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിട്ട് വരും ഇങ്ങനെ റിസർവായിട്ട് നീക്കി വയ്ക്കുമ്പോൾ. ഇറ്റ് ഷോസ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് ശേഷം ബാലൻസ് ഷീറ്റിൽ റിസർവ് എവിടെയാണ് മെൻഷൻ ചെയ്യുന്നത്? ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതിയതിന് ശേഷം, ക്യാപിറ്റൽ ഓണേഴ്സിൻ്റെ ക്യാപിറ്റലിന് ശേഷമാണ് റിസർവ് എന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് റിസർവിന് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുള്ളതല്ല, ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിക്കുന്നതാണ് ജനറൽ റിസർവ് എന്ന് പറയുന്നത്. വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട്, അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവോ മറ്റുള്ള കാര്യങ്ങളോ ലേബേഴ്സിൻ്റെ ഇഷ്യൂസോ അങ്ങനെ വരുന്ന സമയത്ത് എടുക്കുന്നതാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസോ കാര്യങ്ങളോ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഫ്ലക്ച്വേഷൻസ് വരുത്തേണ്ട വരുമ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്. ദെൻ ക്യാപിറ്റൽ റിസർവ്, ഒരു മൂലധന റിസർവായിട്ടും മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പലതിനും പല ഇതായിട്ടാണ് നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ റിസർവ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ചുരുക്കി. പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടാണ് റിസർവ് എന്ന് പറയുന്നത്. റിസർവ് ഒരിക്കലും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ലോസുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾക്ക് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒന്നല്ല റിസർവ് എന്ന് പറയുന്നത്. റിസർവിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ജനറൽ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, ക്യാപിറ്റൽ റിസർവ്, ഇതെല്ലാമാണ് റിസർവിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തെങ്കിലും തരത്തിലും പ്രയോജനകരമായി തോന്നിയെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.